ആ ബാബു കയറിപ്പോ. ഗണേഷ്, സുമതി, ആ നിങ്ങളും പൊക്കോ. സുബ്രഹ്മണ്യൻ ആരാ? സുബ്രഹ്മണ്യൻ ആരാന്ന്? സ്വാതന്ത്ര്യ സമര സേനാനി സുബ്രഹ്മണ്യൻ. ഞാനാണ് സാറേ, സുന്ദരമൂർത്തി. വെയില് താങ്ങാൻ പറ്റുന്നില്ല. അടുത്ത നിങ്ങളാ, പൊക്കോ. സാറിനെ കാണാൻ AC കൃഷ്ണകുമാർ വന്നെന്ന് പറഞ്ഞു. ശരി സാറേ. ഡോണ്ട് വറി, ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ ആക്ഷൻ എടുക്കാൻ നോക്കാം. ഒരുപാട് നന്ദിയുണ്ട് സാർ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയാണ്. സാർ, സാറിനെ കാണാൻ AC കൃഷ്ണകുമാർ വന്നിട്ടുണ്ട്. വരാൻ പറ. സാർ ചെല്ലാൻ പറഞ്ഞു. അസിസ്റ്റന്റ് കമ്മീഷണർ കൃഷ്ണകുമാർ. ഗുഡ് മോർണിംഗ് സാർ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. സർ, സൈതാപ്പെട്ട് മാർക്കറ്റിലെ എൻക്രോച്ച്മെൻറ്റ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. രാഷ്ട്രീയക്കാർ ഇടപെടുന്ന തോന്നുന്നത്. സാർ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്താൽ ഞങ്ങളെ കൊണ്ട് ഈസിയായി ആക്ഷൻ എടുക്കാൻ പറ്റും. നോ, ആരാണെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ആക്ഷൻ എടുക്കണം. ദയാദാക്ഷിണ്യൊന്നും നോക്കണ്ട. മുകളിൽ നിന്ന് പ്രഷർ വന്നാൽ ഞാൻ നോക്കിക്കോളാം. സാർ, ഈ ഫയലൊന്ന് നോക്കി സൈൻ ചെയ്താൽ. യെസ്, ഗിവ് മീ. ഹലോ, AC കൃഷ്ണകുമാർ സാർ അവിടെ ഉണ്ടോ? വൺ സെക്കൻഡ്. ഫോൺ ഫോർ യു. ഫോർ മീ? യെസ്. AC കൃഷ്ണകുമാർ സ്പീക്കിംഗ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. റൂം നമ്പർ 34 സാർ. ഉടനെ സാർ ഇവിടെ എത്തണം. എമർജൻസി. ആരാ സംസാരിക്കുന്നത്? ഹൂ സ്പീക്കിംഗ്? ഹലോ. എനി പ്രോബ്ലം? ഒന്നുമില്ല സാറേ. ക്യാൻ ഐ മേക്ക് എ കോൾ? ചെയ്തോളൂ. വേലു, ഞാനാ സംസാരിക്കുന്നത്. ചേച്ചി ഒന്ന് വിളിക്കും. സാറേ, കൊച്ചമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയല്ലോ സാറേ. ഏത് ഹോസ്പിറ്റലാ? മെഡിക്കൽ കോളേജിലെ സാറേ. മനോ ഹോസ്പിറ്റൽ. എനിത്തിങ് സീരിയസ്? നത്തിങ് സാർ. സാർ സമ്മതിച്ചാൽ ഞാൻ പോയിട്ട് വരാം. പ്ലീസ്. താങ്ക് യു സാർ. നമസ്കാരം സാറേ. നമസ്കാരം. അങ്ങോട്ട് വരാലോ അല്ലേ? വന്നോളൂ. ഇദ്ദേഹമാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ സുബ്രഹ്മണ്യം. ഓ, ഐ സീ. മതി, ഇരിക്കാമല്ലോ അല്ലേ? നന്ദിയുണ്ട്. വയസ്സായില്ലേ? അതിരിക്കട്ടെ, ഇവരൊക്കെ? ഇതെന്റെ മകനാ. ഇതെന്റെ മകളുടെ മകനാ. അത് ശരി. അമ്മാവാ, പ്രായമായെങ്കിലും യൗവനം വിട്ട് മാറിയിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഇനിയാണ് കഠിനമായ പ്രയത്നം ചെയ്യാൻ പോകുന്നത്. ഏത്? ഈ പെൻഷൻ പോരാട്ടമാണോ? എല്ലാം നേടാനുള്ള സമരം. വാട്ട്? എല്ലാം നേടിയെടുക്കണം. വെള്ളക്കാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യത്തെ ഇവിടുത്തെ കൊള്ളക്കാർക്ക് അടിയറവ് വയ്ക്കേണ്ടി വന്ന ഗതികേട് കൊണ്ട് ഈ ഒരു യജ്ഞം നേടിയെടുക്കാൻ വേണ്ടി ഒരു അപേക്ഷ തന്നിട്ട് പോകാമെന്ന് കരുതി വന്നതാ. കാരണവരെ, നിങ്ങളാദ്യം ടെൻഷനൊന്നും അടിക്കാതെ അപേക്ഷയിലെ പ്രശ്നം എന്താണെന്ന് പറ. കളക്ടർ സാറേ, നിങ്ങൾ നിങ്ങളുടെ അധികാരവും കഴിവും ഉപയോഗപ്പെടുത്തി ഈ നാട്ടിൽ നിന്നും നാട്ടിലെ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. നല്ല പേരാ ഉദ്ദേശിച്ചേ. എന്നെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട് നിങ്ങൾ. നിങ്ങളുടെ സേവനത്തിന് വേണ്ടി ഒരു സമ്മാനം നൽകണമെന്ന് ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും കൂടെ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സമ്മാനം വാങ്ങുവാനായി അങ്ങ് തീർച്ചയായും വരണം. വന്നിരിക്കും. എൻ്റെ കാരണവരെ, നിങ്ങൾ വിളിച്ചോണ്ട് ഇറങ്ങി വരാൻ ഞാനൊരു ബിൽ കളക്ടറല്ല, ഇവിടുത്തെ ജില്ലാ കളക്ടറാ. എനിക്ക് തോന്നുന്നു നിങ്ങൾ വന്ന് സ്ഥലം തെറ്റിപ്പോയെന്നാണ്.
ഇല്ല, ഞാൻ ശരിയായ സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ സാർ അവിടേക്ക് വരാതിരിക്കില്ല. അതിന് മാത്രം ഏതാ സ്ഥലം? അമേരിക്കയോ? അത്തിപ്പട്ടി. നിനക്ക് ഓർമ്മയുണ്ടോടാ? ആരാ? സിറ്റിസൺ. കേൾക്കുന്നുണ്ടോ? ഒരു നാടിന്റെ മുഴുവൻ ശബ്ദം ഞാൻ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുവാടാ. ചേട്ടാ, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഈ കളക്ടർ പോലെ വേഷം മാറാൻ പോവാ. ഇയാളെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇതിന് പുറത്ത് കിടക്കണം. സിറ്റി കഴിയുന്നവർ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പൊ നീയോ? എന്നെക്കുറിച്ച് ഓർക്കുക വേണ്ട, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. വേഗം പോ. അങ്ങനെ വയസ്സാങ്കാലത്ത് ഓരോ ബുദ്ധിമുട്ട് കൊണ്ടു. അടുത്ത ആരാ? പുറത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. കാറ് പോയിട്ട് 3 മിനിറ്റായി. ആ, അങ്ങനെയാണെങ്കിൽ കാർ ഇപ്പോൾ സൈതപ്പെട്ട് മെയിൻ റോഡ് കഴിഞ്ഞിരിക്കണം. ശരി, നീ പോയി വണ്ടി കയറി. എടാ, അടുത്തത് നമ്മുടെ ആൾ തന്നെ. അതെ, ഞാനിവിടുന്ന് രക്ഷപ്പെടുന്ന അടുത്ത സെക്കൻഡിൽ നമ്മളുടെ ആളുകൾ ആരും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ഓക്കെ, ഗോ. നമസ്കാരമുണ്ട്. നമസ്കാരം സാറേ. നമസ്കാരം. ഇത് ഞാനാ മന്ത്രി ഇടിക്കുള്ള രാമചന്ദ്രൻ. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? എടോ സാറേ, അകത്ത് പോയി പറ, മന്ത്രി ഇടിക്കുള്ള രാമചന്ദ്രൻ വന്നിരിക്കുന്നു. സാറേ, സാറിനെ കാണാൻ മന്ത്രി വന്നിട്ടുണ്ട്. ആരാ നിങ്ങൾ? ആരാന്നല്ലേ ചോദിച്ചേ? തന്നോടല്ലേ ചോദിച്ചേ ആരാന്ന്? എല്ലാവരും എനിക്ക് വോട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ കാര്യം തന്നെയാ പറയാൻ പോകുന്നേ. അകത്ത് പോയി ഞാൻ തകർത്തിട്ട് വരാം. അതെ, ഒന്ന് വഴിമാറി നിൽക്ക്. മന്ത്രി വരുന്ന കണ്ടില്ലേ? നമ്മളാ പോകേണ്ടത്, പക്ഷെ മന്ത്രിയാണല്ലോ മുന്നേ പോകുന്നത്. അനിയാ, നമസ്കാരം. ഇത് ഞാനാ മന്ത്രി ഇടിക്കുള്ള രാമചന്ദ്രൻ. കുറച്ചു നാളായില്ലേ കണ്ടിട്ട്. എന്താ ആളാകെ മാറിപ്പോയല്ലോ. എല്ലാം എനിക്കറിയാം. അനിയന് ഷുഗർ അല്ലേ, അതുകൊണ്ടാ ഇങ്ങനെ ക്ഷീണിച്ചു പോയത്. വിഷമിക്കണ്ടെന്നേ, പോംവഴി ഉണ്ടാക്കാം. ഒരാഴ്ച തുടർച്ചയായിട്ട് പാവയ്ക്കാന്നേര് കഴിച്ചാലുണ്ടല്ലോ, എത്ര കൊടി കെട്ടിയ ഷുഗർ ആയാലും ശരി രാജിവെച്ച് പൊയ്ക്കോളും. ആയിക്കോട്ടെ, വന്ന കാര്യം എന്താ പറയും? ഇതെന്താ പുതിയതായിട്ട് ഒരുമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. ഈ ഹൈവേയുടെ അടുത്തുള്ള 100 ഏക്കർ സ്ഥലമില്ലേ, അതിന് നമ്മൾ പട്ടയം കൊടുത്തതല്ലേ. അതിൽ ചെറിയ ലീഗൽ പ്രോബ്ലംസ്. എന്താ ഇപ്പൊ പ്രോബ്ലം? നമ്മൾ കുടിയൊഴിപ്പിക്കാൻ നോക്കിയ ചേരി പ്രദേശം ഉൾപ്പെടെ പണം കൊടുത്തിട്ടല്ലേ നമ്മൾ പട്ടയം ശരിയാക്കിയത്. ആ കാര്യം പറഞ്ഞേ. ഈ വിഷയത്തെക്കുറിച്ച് ആ ചേരിയിലുള്ള ഒരു വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. ഈ നാശം പിടിച്ചതുങ്ങളുടെ ഇടയ്ക്ക് കൊണ്ട് ഞാൻ ഹോട്ടലിൽ കെട്ടിയെന്ന് തന്നെ വെച്ചോ. ഒരാൾക്ക് ഒരു AC റൂം ചോദിച്ചായിരിക്കും അടുത്ത പ്രശ്നം കൊണ്ടുവരാൻ പോകുന്നത്. താൻ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്ക് ഒരു പിടിയുമില്ല. ആ പുറമ്പോക്കിലുള്ളവർക്ക് ചുടുകാട്ടിലെങ്കിലും കുറച്ച് സ്ഥലം കൊടുത്ത് ഈ പ്രശ്നം എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് ഫോണിൽ പറയാറുന്നില്ലേ സാറേ? അതിന് ഞങ്ങൾക്ക് ഫോണേ ഇല്ലല്ലോ. എന്താ ഈ പറയുന്നേ? എന്റെ കളക്ടർ സാറേ, മന്ത്രിക്ക് ഇതുവരെ ഒരു നല്ല കാര്യം ഫോണിൽ പറഞ്ഞ ശീലമേ ഇല്ല. അതാണ് സത്യം. മന്ത്രിസഭ പിരിച്ചുവിടുമെന്നും വിചാരണ കമ്മീഷൻ വെക്കുമെന്നും. നിന്റെ വായിന്ന് നല്ലൊന്നും വരില്ലടാ. കളക്ടറേനിയാ, മുക്കാ ചക്രത്തിന്റെ ഫോണും വെച്ച് എത്ര നേരം വെച്ചിട്ടാ സംസാരിക്കുക? രഹസ്യം എങ്ങാനും പരസ്യമായി പോയാൽ വോട്ട് ചോദിച്ച് ചെല്ലാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്കെല്ലാ കാര്യങ്ങളും സ്ട്രൈറ്റ്